ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് PSC ക്ലാസ്സസ്. മുൻകാല PSC എക്സാമുകളിൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ നിന്നും ചോദിച്ചിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, എ കോമൺലി യൂസ്ഡ് കൊയാഗുലൻറ്റ് ഈസ്. കൊയാഗുലൻ്റ് എന്ന് പറയുന്നത് കൊയാഗുലേഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. നമുക്കറിയാം, റോ വാട്ടറിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഡ്രിങ്കിങ് വാട്ടറായിട്ട് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഓഫ് വാട്ടറിന് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഉണ്ട്. അതാണ് സ്ക്രീനിങ്, പ്ലെയിൻ സെഡിമെൻറ്റേഷൻ, സെഡിമെൻറ്റേഷൻ ആഡഡ് വിത്ത് കൊയാഗുലേഷൻ, ഫിൽട്രേഷൻ, ഡിസ്ഇൻഫെക്ഷൻ, എയറേഷൻ, സോഫ്റ്റനിങ് ആൻഡ് മിസലേനിയസ് ട്രീറ്റ്മെൻറ്റ്സ്. ഇതിൽ സെഡിമെൻറ്റേഷൻ ആഡഡ് വിത്ത് കൊയാഗുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് കൊയാഗുലൻസ്. സ്ക്രീനിങ്ങും പ്ലെയിൻ സെഡിമെൻറ്റേഷനും വഴി റിമൂവ്ഡ് ആകാത്ത ചില പാർട്ടിക്കിൾസ് ഉണ്ട്. വെരി ഫൈൻ സസ്പെൻഡഡ് പാർട്ടിക്കിൾസും കൊളോയിഡൽ പാർട്ടിക്കിൾസും. ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതുകൊണ്ട് അതിന് ചുറ്റുമുള്ള വാട്ടർ വഴി ഇത് സ്റ്റെബിലൈസ്ഡായി ഒരു ലെയറായിട്ട് കാണപ്പെടും. സോ ഇത് സെറ്റിൽ ഡൗൺ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്കിതിന് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ വഴി റിമൂവ് ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ ഇതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് കെമിക്കൽസ് ആഡ് ചെയ്യുന്നത്. ഈ കെമിക്കൽസിൻ്റെ പേരാണ് കൊയാഗുലൻസ്. ഈ കൊയാഗുലൻസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതായത് കാറ്റയോണിക് സോൾട്ട് ആണ് ഈ കൊയാഗുലൻസ് എന്ന് പറയുന്നത്. ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ ന്യൂട്രലൈസ് ചെയ്യും. ദെൻ അതുമായിട്ട് കമ്പൈൻ ചെയ്ത് അപ്പോൾ അതൊരു ലാർജ് മാസ്സുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് മാറി സെറ്റിൽ ഡൗൺ ചെയ്യുന്നു. നമുക്കങ്ങനെ ഈസിലി അതിനെ റിമൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അതായത് കാറ്റയോണിക് സോൾട്ടായിട്ടുള്ള കെമിക്കൽസിനെ ഈ വാട്ടറിലോട്ട് ആഡ് ചെയ്യും. അതിലുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ ഇത് ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നു. ദെൻ അതുമായിട്ട് കമ്പൈൻ ചെയ്ത് ലാർജ് സൈസ്ഡ് പാർട്ടിക്കിളായിട്ട് മാറി ബോട്ടത്തിൽ സെറ്റിൽഡ് ആകുന്നു. ദെൻ അതിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതൊരു കെമിക്കൽ പ്രോസസ്സാണ്. ഇതാണ് കൊയാഗുലേഷൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ. കൊയാഗുലൻറ്റ് ആ വാട്ടറിലോട്ട് ആഡ് ചെയ്യുന്നു. ദെൻ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് ഇമ്പ്യൂരിറ്റീസിനെ ട്രാപ്പ് ചെയ്യുന്നു. ആ ട്രാപ്പ് ചെയ്ത ഇമ്പ്യൂരിറ്റീസ് ദെൻ സെറ്റിൽ ടു ബോട്ടം. താഴെ തന്നിരിക്കുന്നത് ഒരു കൊയാഗുലൻറ്റ് ആഡ് ചെയ്തിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ഓക്കെ, കോമൺ കൊയാഗുലൻസിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് അത് ക്വിക്ക്ലി റിയാക്ട് ചെയ്യണം, അത് ചീപ്പായിരിക്കണം, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം, ദെൻ ഈസി ടു ഹാൻഡിൽ, ദെൻ സ്റ്റോർ, അതുപോലെ ലോങ് റേഞ്ച് ഓഫ് pHൽ തന്നെ ഇത് റിയാക്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ കൊയാഗുലൻസിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന കൊയാഗുലൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആലോ ആണ്. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് കൊയാഗുലൻ്റ് ആണ് ആലം. ദെൻ ഇത് വളരെ എഫക്റ്റീവാണ്. ഇത് pH 6.5 to 8.5 ആണ് ഇതിൻ്റെ pH എന്ന് പറയുന്നത്. ദെൻ വാട്ടറിൻ്റെ കളർ, ടേസ്റ്റ്, ഓർഡറൊക്കെ റിഡ്യൂസ് ചെയ്യുന്നു. ഇത് ചീപ്പാണ്. ദെൻ ഈസിലി അവൈലബിൾ ആണ്. അതൊക്കെ കൊണ്ട് തന്നെ വൈഡ്ലി യൂസ്ഡ് കൊയാഗുലൻ്റ് എന്ന് പറയുന്നത് ആലോ ആണ്. ഹെൻസ് ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, ആലം. കോമൺലി യൂസ്ഡ് കൊയാഗുലൻ്റ് ഈസ് ആലം. Question number 2. The term used to indicate dry refuse which includes decayed fruits, paper pieces, grass, etc. ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ സീവേജ്. സീവേജ് എന്ന് പറയുന്നത് വേസ്റ്റ് വാട്ടറാണ്. അതായത് കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് വാട്ടറാണ് സീവേജ്. ഇതിൽ തന്നെ ഗ്രേ വാട്ടർ, ബ്ലാക്ക് വാട്ടർ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ബാത്ത് ടബ്സ്, സിങ്ക്സ്, ഷവേഴ്സ്, അതുപോലെ ഡിഷ് വാഷേഴ്സ്, ക്ലോത്ത് വാഷേഴ്സ്, ഇതിൽ നിന്നൊക്കെയുള്ള വേസ്റ്റ് വാട്ടറാണ് ഗ്രേ വാട്ടറിൽ ഉൾപ്പെടുന്നത്. ദെൻ ടോയ്ലറ്റ് ഫ്ലഷ്, അതുപോലെ ആ ടോയ്ലറ്റിൽ നിന്നുള്ള എക്സ്ക്രീറ്റ, അതായത് ഹ്യൂമൻ വേസ്റ്റ് എല്ലാം വരുന്നത് ബ്ലാക്ക് വാട്ടറിലാണ്. ദെൻ സോപ്പ്, ഡിറ്റർജൻറ്റ്സ്, ടോയ്ലറ്റ് പേപ്പേഴ്സ്, ഇതെല്ലാം സീവേജ് ആണ്. അപ്പോൾ ഹ്യൂമൻ എക്സ്ക്രീറ്റ ഉൾപ്പെടുന്ന വേസ്റ്റ് വാട്ടർ വരുന്നത് സീവേജിലാണ്. സെക്കൻഡ് വൺ ഗാർബേജ്. ഗാർബേജ് എന്ന് പറയുന്നത് പ്യൂട്രിസെൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റേഴ്സ്, അതായത് കിച്ചണിൽ നിന്നുള്ള ഫുഡ് വേസ്റ്റ്, ഡീക്കേഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, പേപ്പർ പീസസ്, ഗ്രാസ്, വുഡൻ പീസസ്, ഇതിൻ്റെയൊക്കെ വേസ്റ്റ് വരുന്നത് ഗാർബേജിലാണ്.
ദെൻ സള്ളേജ് എന്ന് പറയുന്നത് വേസ്റ്റ് വാട്ടർ ആണ്, പക്ഷെ അതിൽ ഹ്യൂമൻ എക്സ്ക്രീറ്റ് ഉൾപ്പെടില്ല. ബാക്കി അത് ഹൗസ് ഹോൾഡ് സിങ്കിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ, ഷവർ, ബാത്ത്സ് ഇതൊക്കെയാണ് സള്ളേജിൽ ഉൾപ്പെടുന്നത്. പക്ഷെ അതിൽ വരാത്തത് ടോയ്ലറ്റിൽ നിന്നുള്ള എക്സ്ക്രീറ്റ് ഒന്നും സള്ളേജിൽ വരില്ല. അപ്പോൾ ഈ 3 ഓപ്ഷൻസും കൂടെ നോക്കുകയാണെങ്കിൽ ഇതിൽ ആൻസർ വരുന്നത് ഗാർബേജ്. സെക്കൻഡ് ഓപ്ഷൻ ബി ഗാർബേജ് ആണ് ആൻസർ. ഗാർബേജ് എന്ന് പറയുന്നത് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡ്രൈ റെഫ്യൂസ് ആണ്, വിച്ച് ഇൻക്ലൂഡ്സ് ഡീക്കേഡ് ഫ്രൂട്ട്സ്, പേപ്പർ പീസസ്, ഗ്രാസ് എക്സെട്ര. ഹെൻസ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഗാർബേജ്. Question number 3. Temporary hardness in water is caused by the presence of. ലെതർ ഫോർമേഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള വാട്ടറിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഹാർഡ്നെസ്. 2 ടൈപ്സ് ഹാർഡ്നെസ് ആണുള്ളത്, ടെമ്പററി ഹാർഡ്നെസ് ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ്. കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും കാർബണേറ്റ്സോ ബൈകാർബണേറ്റ്സോ വാട്ടറിൽ പ്രസൻറ്റ് ആണ് എങ്കിൽ അതാണ് ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഇതിനെ കാർബണേറ്റ് ഹാർഡ്നെസ് എന്നും പറയാം. ഡിനോട്ട് ചെയ്യുന്നത് CH കൊണ്ടാണ്. ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് വെള്ളം ചൂടാക്കിയോ അല്ലെങ്കിൽ ലൈം ആഡ് ചെയ്തോ റിമൂവ് ചെയ്യാൻ കഴിയും. ദെൻ പെർമനൻറ്റ് ഹാർഡ്നെസ്, ഇതിൻ്റെ മറ്റൊരു പേരാണ് നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന്. ഇതിൽ കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡ്സോ സൾഫേറ്റ്സോ നൈട്രേറ്റ്സോ പ്രസൻറ്റ് ആണ് എങ്കിൽ അതാണ് പെർമനൻറ്റ് ഹാർഡ്നെസ്. ഇത് സോഡ ആൻഡ് ലൈം പ്രോസസ്സ് വഴിയും അതുപോലെ സിയോലൈറ്റ് മെത്തേഡ് വഴിയും ഇത് റിമൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത് കാർബണേറ്റ് ഹാർഡ്നെസ്സിൻ്റെയും നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്സിൻ്റെയും സമ്മായിരിക്കും. അപ്പോൾ ടെമ്പററി ഹാർഡ്നെസ്സിനെയാണ് കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്, പെർമനൻറ്റ് ഹാർഡ്നെസ്സിനെയാണ് നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ബൈകാർബണേറ്റ്സോ കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ഇതിൻ്റെ പ്രസൻസ് ഉണ്ട് എങ്കിൽ അത് ടെമ്പററി ഹാർഡ്നെസ് ആണ്. Question number 4. The pH value of neutral solution is. വാട്ടറിൻ്റെ ഒരു കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് pH വാല്യൂ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ലോഗരിതം ഓഫ് റെസിപ്രോക്കൽ ഓഫ് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ഇൻ വാട്ടർ. പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്തും കലോറിമെട്രിക് മെത്തേഡ് വഴിയും pH മെഷർ ചെയ്യാൻ കഴിയുന്നതാണ്. ദെൻ pH സ്കെയിലുണ്ട്, അതിൽ 1 to 14 ആണ് റീഡിങ്സ്. ഇതിൽ 7നെക്കാളും pH വാല്യൂ കുറവാണ് എങ്കിൽ അവർ ആസിഡ്സ് ആയിരിക്കും. ദെൻ 7നെക്കാളും pH വാല്യൂ കൂടുതലാണ് എങ്കിൽ അത് ബേസ് ആയിരിക്കും. ദെൻ pH വാല്യൂ ഈക്വൽ ടു 7 ആണെങ്കിൽ അതാണ് ന്യൂട്രൽ സൊല്യൂഷൻസ്. അപ്പോൾ ഇതിൽ ആൻസർ ഓപ്ഷൻ എ ഈക്വൽ ടു 7 ആണ്. അതായത് pH വാല്യൂ ഓഫ് ന്യൂട്രൽ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു 7. Question number 5. The process of killing pathogenic bacteria from water is. വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൽ സെവറൽ സ്റ്റെപ്സ് ഉണ്ടെന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് വാട്ടറിൽ സ്ക്രീനിങ്, പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ആഡഡ് വിത്ത് കൊയാഗുലേഷൻ, ഫിൽട്രേഷൻ, ഡിസിൻഫെക്ഷൻ, എയറേഷൻ, സോഫ്റ്റനിങ്, മിസലേനിയസ് ട്രീറ്റ്മെൻറ്റ്സ്. ഇതിൽ നമ്മൾ സ്ക്രീനിങ്ങിലും പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ആഡഡ് വിത്ത് കൊയാഗുലേഷനും എന്താണെന്ന് കണ്ടു. അതായത് ഇതിൽ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. കൊയാഗുലേഷന് ശേഷം അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോസസ്സാണ് ഫിൽട്രേഷൻ. സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്നുമുള്ള വാട്ടറിനെ സാൻഡ് ബെഡിലേക്ക് പാസ് ചെയ്യുന്നു. ദെൻ അതിൽ നിന്നും വെരി ഫൈൻ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിനെയും കൊളോയിഡൽ പാർട്ടിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ വാട്ടറിലുള്ള കളർ, ഓർഡർ, അതുപോലെ സെവറൽ പാത്തജനിക് ബാക്ടീരിയസിനെയൊക്കെ ഫിൽട്രേഷൻ വഴി റിമൂവ് ചെയ്യുന്നു. ഇങ്ങനെ ഫിൽട്രേറ്റ് ചെയ്ത വാട്ടറിനെയാണ് ഡിസിൻഫെക്ഷന് വിധേയമാക്കുന്നത്. ഈ ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫിൽറ്റർ ചെയ്ത വാട്ടറിൽ തന്നെ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്, വളരെ പാത്തജനിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ്. ഇത് ഒരുപാട് ഡിസീസസ് ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിന് വാട്ടർ യൂസ് ചെയ്യണമെങ്കിൽ ഈ ബാക്ടീരിയസിനെ എല്ലാവരെയും നശിപ്പിക്കണം. ഈ ബാക്ടീരിയസിനെ നശിപ്പിക്കുന്ന പ്രോസസ്സാണ് ഡിസിൻഫെക്ഷൻ. ഇത് തന്നെ സെവറൽ മെത്തേഡ്സ് ഉണ്ട്. മെയിൻ മെത്തേഡ്സ് ആണ് ഫിസിക്കൽ മെത്തേഡും കെമിക്കൽ മെത്തേഡും. അതിൽ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് മെത്തേഡാണ് ക്ലോറിനേഷൻ. മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്തിരിക്കുന്ന ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറയുന്നത് ക്ലോറിനാണ്. അപ്പോൾ ഈ ഡിസിൻഫെക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞാണ് എയറേഷൻ വരുന്നത്. എയറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിസിൻഫെക്റ്റ് ചെയ്ത വാട്ടറിലുള്ള ഓക്സിജൻ്റെ അളവ് നമ്മൾ കൂട്ടുകയും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നത് എയറേഷൻ വഴിയാണ്.
എറേഷൻ മെത്തേഡ് നമ്മൾ ഓക്സിജൻ സാച്ചുറേഷനെ മെയിൻറ്റെയിൻ ചെയ്യുവാണ്. ദെൻ സോഫ്റ്റണിങ്ങിൽ വാട്ടറിലുള്ള ഹാർഡ്നെസ് റിമൂവ് ചെയ്യുവാണ്. അതായത് ആ വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ള കാൽഷ്യം, മഗ്നീഷ്യം ഇതിൻ്റെയൊക്കെ ഈ കണ്ടൻസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റ് കാറ്റയോണിക് മെറ്റൽസിനെ റിമൂവ് ചെയ്ത് വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് കുറച്ച് വെള്ളം സോഫ്റ്റ് ആക്കുകയാണ്. അതിനുശേഷം വരുന്ന പ്രോസസ്സാണ് മിസലേനിയസ് ട്രീറ്റ്മെൻറ്റ്. അതിൽ ഫ്ലൂറിഡേഷൻ, റീകാർബണേഷനൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഡിസിൻഫെക്ഷൻ ആണ്. പാത്തജനിക് ബാക്ടീരിയസിനെ കില്ല് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിസിൻഫെക്ഷൻ ആണ്. താങ്ക് യു.